പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം നമുക്ക് 2-ാം തീയതിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് അനുഗ്രഹത്തിന് പ്രാർത്ഥന ചെല്ലാം. എല്ലാവരും പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്ത് പോകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ എല്ലാ മക്കളുടെ മേലും രോഗികളുടെ മേലും നീ വായിക്കണം പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനുള്ള രോഗികൾ, ഉറക്കമില്ലാത്ത രോഗികൾ, മാനസികമായ ഭാരപ്പെടുന്നവർ, അവ മനസ്സിടിഞ്ഞു പോയവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിൻ്റെ ഞെരുക്കാണ് കാരണം വിശ്വാസ തകർച്ച സംഭവിച്ചവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട്, എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പഴിചാരി കുറ്റവും പഴിയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ നിന്നെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ ലജ്ജിക്കാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ് എപ്പോഴും ഹൃദയത്തിൽ വേദന, എപ്പോഴും മനസ്സ് മുഖത്തും ആനതയൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല,
എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയാൽ മതി, എവിടെയെങ്കിലും ഇപ്പോൾ തുലഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുടെ കർത്താവേ, എപ്പോഴും നെഗറ്റീവ് ചിന്ത, സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാൽ കൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുടെ ഈശോയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രതയോടെ കർത്താവെ മുന്നേറുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കന്മാർ അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ ഭവനരഹിതരുണ്ട് ഈശോയെ, ഭവനമില്ലാത്തവർ, ഉള്ള ഭവനത്തിൻ്റെ പണി നിർത്തിക്കളഞ്ഞവർ, ഇനി 5 പൈസ കാലണവരോടൊന്നും കിട്ടാൻ നിവൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് ഈശോ. ഇങ്ങനെ ഓരോരോ തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം കിടത്താൽ അവിടെ ജീവിക്കാൻ പാടില്ല, നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാവരെയും സന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എല്ലാം മാറ്റാൻ അങ്ങേക്ക് അരനാഴിക നേരം പോലും വേണ്ട കർത്താവ്, അര സെക്കൻഡ് മതി. എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പും സമാധാനവും സമാശ്വാസവും സൗഖ്യം ലഭിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കുമേൻ. കർത്താവ്, ഇന്ന് കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന ചർച്ചകൾ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ. ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന, അവിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടട്ടെ. I command you in the name of Jesus Christ to be blessed. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് ചില മനുഷ്യരുടെ സ്വഭാവം ഉണ്ട്, അവർ ശീലിച്ചതേ പാലിക്കത്തുള്ളൂ. ഏത് അപ്പോസ്തലന്മാരായാലും ശരി, കർത്താവിൻ്റെ തനത് ശിഷ്യന്മാരായാലും ചില അണ്ണന്മാർക്ക് പറയണത് എന്താണ്, ചോദിക്കണത് എന്താണെന്ന് വെളിവുണ്ടാകത്തില്ല. അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ പ്രശ്നങ്ങളിലൂടെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ എപ്പോഴും പ്രശ്നമാണെന്ന് പറയരുത്. പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ സ്വഭാവം കർത്താവിൻ്റെ കൃപയിൽ ആർജിക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും ഇഷ്യൂ ആകണം. ചിലയിടത്ത് ഇഷ്യൂ ആക്കാതിരിക്കാം, പക്ഷെ നമ്മൾ പ്രശ്നക്കാർ ചെല്ലുമ്പോൾ അത് ഇഷ്യൂ ആകും. ഇപ്പം ഇപ്പം ഈശോ ജെറുസലേമിലേക്ക് നിന്ന് പോകുന്നൊരു സംഭവമില്ലേ? ഈശോ ജെറുസലേമിൽ നിന്ന്, അതായത് നമുക്ക് പറയാമല്ലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, 9-ാം അധ്യായം 53 വചനങ്ങളുണ്ട്. ലൂക്ക 9:53-54. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 53-54 വചനങ്ങൾ. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ആരാണ്? സമറിയയിലൂടെയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അത്താഴത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശ്രമിക്കാനുള്ള സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി സമറിയയിലോട്ട് വിട്ടതാണ്. ഇവർക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പക്കാർ ചെല്ലുമ്പോൾ എപ്പോഴും കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ചെന്നപ്പോൾ സമറിയക്കാർ ഇവരോട് ചോദിച്ചു, നിങ്ങളെവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഗുരു ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ പണിയായി. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സമറിയക്കാർ ജെറുസലേം അംഗീകരിക്കണില്ല. അപ്പോൾ അവിടെ നയപരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുപകരം അവർ നയമല്ലാത്ത രീതിയിൽ അവിടെ സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങളുടേത് മൗണ്ട് ഗെരീസിമാണ് അവരുടെ ആരാധനാലയം. അവർ ജെറുസലേമിൽ ബദലായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് അംഗീകരിക്കണില്ല യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാരുടെ ഈ ജെറുസലേം ഇവരും അംഗീകരിക്കണില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ആ കളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ. ഇവർക്ക് അങ്ങനെ സൂക്ഷ്മമൊന്നുമില്ല. നേരെ പോകുന്ന ഈ എല്ലായിടത്തും നേരെ പോകണമല്ല, ചെയ്യണ സത്യമാണെങ്കിലും നമുക്ക് വിവേകം എന്നും പറഞ്ഞൊരു ഫാക്കൽറ്റി തന്നിട്ടുണ്ട്. അത് ഈ ആൾക്കാർക്ക് ഇത്തിരി കുറവാണ്. അവരെ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് മനഃപൂർവ്വം ഇവർ ആ പ്രശ്നത്തേക്ക് വിട്ടതാണ്. എന്നിട്ട് കർത്താവ് അവർ പിന്നെ ഭയങ്കര പ്രശ്നമായി. അവർ തിരിച്ചു സമറിയക്കാർ പറയും നിങ്ങളുടെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറയും. അതോടുകൂടി ഇവർ പറയും ഞങ്ങൾ കടൽ മീതെ നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, കാനായി വെള്ളം വീഞ്ഞാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കർത്താവിനെ കൊണ്ട് ഗമയടിച്ചാൽ കക്ഷികൾ അവിടെ ചെന്നത്. പക്ഷേ അവിടെ വിലപ്പോയില്ല. കാര്യം എന്താണ്? യേശു നമുക്ക് ഗമയടിക്കാനുള്ള ആളല്ല. അവരുടനെ റിട്ടേൺ ചെയ്തിട്ട് കർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയും, ലൂക്ക 9:54 എന്താണ്? ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു. ഈ രണ്ട് കക്ഷികൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. യാക്കോബും യോഹന്നാനും സെബദിയുടെ പുത്രന്മാരാണ്.
കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഞങ്ങൾ, അതായത് കർത്താവിൻ്റെ അധികാരമില്ലേ, അത് ഇവർക്ക് കിട്ടിയിട്ട് എന്തിനാണ്? മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, വാട്ട് സ്പിരിറ്റ്. എൻ്റെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണിത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ചില അണ്ണന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഈഗോ, അവരുടെ എസ്റ്റീം, അവരുടെ അഭിമാനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വരെ അവർ ചാരി നിൽക്കും. ദൈവത്തിന് ചാരി നിൽക്കുന്ന ഉദ്ദേശം എന്താണ്? സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ വേണ്ടി ആണ് അവരിങ്ങനെ ആത്മീയതയെ വരെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അവരോട് ഈശോ ചോദിക്കുന്നത്, എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, എന്താണ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഇവർക്ക് ഈ പരിപാടി ഇപ്പോൾ തുടങ്ങിയല്ല, ഇവരുടെ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കക്ഷികൾ യാക്കോബും യോഹന്നാനും ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചാൽ വായിക്കണമെങ്കിൽ നമ്മൾ മർക്കോസിൻ്റെ 10:35 വായിച്ചേ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും എന്ന് വെച്ചാൽ ഇവരുടെ ഈ എന്താണ് ശേഷിയും ശേമുഷിയും ഇവരുടെ അംഗബലവും ഇവരുടെ അഹങ്കാരവും അഭിമാനവും അതാണ് ചോദിക്കുന്നത്. ദൈവത്തിനത് നിരക്കാത്തതാണെങ്കിൽ പോലും ഇവർക്കത് അവരുടെ എസ്റ്റീം വർദ്ധിക്കുമെങ്കിൽ അവരത് പ്രാർത്ഥനയുടെ വിഷയമാക്കും. ഭയങ്കര പാടാണ് ഈ യാക്കോബിനെ യോഹന്നാനെ ട്രെയിൻ ചെയ്യാൻ, ഭയങ്കര പാടാണ് ഈശോയ്ക്ക്. അതുകൊണ്ടാണ് ഇവരെ സമറിയയിലൊക്കെ പറഞ്ഞു വിട്ടത്. അവർ ട്രെയിൻ ചെയ്യാം. അതായത് നമ്മൾ ചെന്ന് പലയിടത്ത് പോയിട്ട് ചിലയിടത്ത് നമ്മുടെ അഭ്യാസങ്ങൾ ഏക്കത്തില്ല. അപ്പം നമ്മൾ എളിമപ്പെടേണ്ടി വരും. അപ്പം അത് പ്രാക്ടിക്കൽ പോയിൻ്റാണ്. ശിഷ്യത്വത്തിൻ്റെ പണിശാലയിൽ കർത്താവ് ചില പ്രായോഗികമായിട്ടുള്ള ചില ക്ലാസ്സുകളും കൊടുത്തതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ സമറിയയിൽ കഴിഞ്ഞത്. ഇപ്പം എന്താന്ന് നോക്കിയേ, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കാൻ പറയുന്ന ആടിനോടാണ് ഇവർ കുരിശല്ലാത്ത പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ദൈവത്തെ കാണുമ്പോൾ എന്തും ചോദിക്കുക എന്നുള്ളൊരു ധാരണ ഇവ ഉണ്ടാക്കിയത് ഈ അപ്പോസ്തലന്മാർ തന്നെയാണ് ഉണ്ടാക്കിയത്. കർത്താവ് അതിന് മറുപടികളൊക്കെ ഉണ്ട്. മറുപടി എന്താ പറയണത്? മർക്കോസ് 10:38 യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇത് തന്നെയാണ് കമന്റ് നേരത്തെയും പറഞ്ഞത്. എന്താണ് 9:54 ലൂക്കായിൽ എന്താ പറയണത്? നിങ്ങൾ എന്ത് അരൂപിയാലാണ് നയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ എന്താ പറയണത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അതായത് പ്രാർത്ഥിക്കണത് എന്താണെന്ന് അറിയാതെ ഇരുന്ന ആ പ്രാർത്ഥന ഒരിക്കലും ഫലിക്കത്തില്ല. പല പ്രാർത്ഥനകളും നിങ്ങളുടെ ഫലിക്കാത്തത് ആ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നറിയാത്തതാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും കേൾക്കും, പക്ഷേ ദൈവത്തിൽ നിരക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക മേഖലയിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.